ഹായ് ഫ്രണ്ട്സ് ഇട്ടിട്ട് മേഘന പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഇവളെ വെച്ച് ശരിയാവില്ല എന്ന് മേഘന ഒരു പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ ആ പ്ലാനിൽ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഇവൾ റൂമർ പറഞ്ഞിട്ട് അങ്ങനെയായിട്ട് അവൾ റൂമർ ഒന്ന് റിലീസ് ചെയ്തായിരുന്നു. ഞാനായിട്ട് റൂമറിൽ ഇങ്ങനെ പറഞ്ഞ BTS മെമ്പർക്ക് ഹീറോയ്ക്ക് ഒരു ഇങ്ങനെ ഡേറ്റ് ചെയ്തെന്ന് ഒരു റൂമർ കൊടുത്തായിരുന്നു. ഇത് അർജുൻ പറഞ്ഞ ഭയങ്കര ഹാക്കറാണ്. ഹാക്കർ വലിയ ഹാക്കറാണ്. ആരിപ്പം എൻ്റെ അനിയത്തിൻ്റെ ന്യൂസിൽ കൊടുത്തതെന്ന് കണ്ടുപിടിച്ച് അർജുനക്ക് ടെൻഷനായി. എന്തടി നീ എൻ്റെ അനിയത്തിൻ്റെ റൂമർ ചെയ്തു, നിനക്ക് വെച്ചിട്ടുണ്ടടി ആപ്പ് എന്ന് ഹീറോയിൻ്റെ ചേട്ടന് പ്ലാൻ ചെയ്തു. അതെ, അവൾക്ക് ഒരു റൂമർ റിലീസ് ചെയ്തു. ഹീറോയുടെ ചേട്ടന് എഡിറ്റിംഗ് ചെയ്യുന്നത് നല്ല സൂപ്പർ. അവൾ റൂമർ ചെയ്തു. അങ്ങനെയായിട്ട് ഇത് ന്യൂസ് SIക്ക് വന്നു. SI ആണ് ഹീറോയിൻ, ആ പെണ്ണിൻ്റെ മേഘൻ്റെ ഡാഡി. SIക്ക് ന്യൂസ് വന്നു. SI നോക്കുമ്പോൾ ആൾക്കിടെ എന്ത് വീട് കാട്ടാൻ കഴിഞ്ഞില്ല. അയ്യോ നാണക്കേടായില്ല ഇവളെ ചെയ്തിട്ട്. അങ്ങനെ അവളെ പിടിച്ച് തല്ലാൻ തുടങ്ങി. അച്ഛനെ വിട്ട് എനിക്ക് അർജുന ഒരുപാട് ഇഷ്ടമാണ്, അർജുനാണ് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാണ്. ഞാൻ അർജുനക്ക് വേണ്ടി എൻ്റെ ബോയ് ഫ്രണ്ടിനെ അവ ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ നോക്കിയത്. അർജുനനെ ഞാനിപ്പോൾ പ്രഗ്നൻ്റാണ്, അർജുൻ്റെ ബേബി ഉണ്ട്, ഇങ്ങനെ എല്ലാം പറയാൻ തുടങ്ങിയായിരുന്നു. ഇത് അച്ഛനക്ക് ടെൻഷനായി. ശരി വാ ഞാൻ വീട്ടിൽ പോയി സംസാരിക്കാന്ന്. അങ്ങനെ വീട്ടിലൊക്കെ വന്നു. ഹീറോയി ആ വീട്ടിൽ അർജുന കൂടെ ഇരുന്നായിരുന്നു. അങ്ങനെ ആ പോലീസ് ഹീറോയിൻ ആ വീട്ടിലേക്ക് വന്നായിരുന്നു. ഹീറോയിനെ മടിയിൽ വെച്ചിട്ട് ചേട്ടനോ ഇങ്ങനെ ഫുഡ് ഊട്ടായിരുന്നു, ചോറ്. അതെ, കറി ഇങ്ങനെ ബേബിനെ വെച്ച് മടിയിൽ ഊട്ടായിരുന്നു. അച്ഛൻ നോക്ക് എൻ്റെ ബോയ് ഫ്രണ്ട് എന്താ ചെയ്യുന്നത് നോക്ക്, അവളൊക്കെയാണ് ഊട്ടുന്നത് ഇത് പറഞ്ഞായിരുന്നു. ഹീറോയിൻ അച്ഛനമ്മ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് പറഞ്ഞാൽ പോലീസ് വന്ന് പറയുകയാണെങ്കിൽ എന്താ ഇവിടെ നടക്കുന്നത്, ഇങ്ങനെ വഴക്ക് പറയുന്നത്. അങ്ങനെ ഹീറോയിൻ്റെ അമ്മ അവിടെ ഇങ്ങനെ കിച്ചണിൽ ചൂടായിരുന്നു. ആ സൗണ്ട് കേൾക്കുക അപ്പം ഉണ്ടാക്കിയോണ്ടായിരുന്നു. എന്താണ് സൗണ്ട് കേൾക്കുന്നത്? അങ്ങനെ അവിടെ വീട്ടിലൊരു ജോലിക്കാരുണ്ടായിരുന്നു. ഇവിടെ ഇത് ചൂട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് വന്നു. അവിടെ ജോലിക്കാരനുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ ഒരു വേലക്കാരമ്മ ഉണ്ടായിരുന്നു. അമ്മേനോട് ഫുഡ് ഇത് ചെയ്യാൻ പറഞ്ഞ് അവിടുന്ന് വന്നു കിച്ചന്. എന്താ പ്രശ്നമെന്ന് ഹീറോയിൻ്റെ അച്ഛനും അവിടെ ഇങ്ങനെ ഒരു ഫയൽ ജോലി ചെയ്തുകൊണ്ടായിരുന്നു. അങ്ങനെ വെളിയിൽ വന്നു. എന്താ ഇവിടെ പ്രശ്നമെന്ന് വെളിയിൽ വന്ന് നോക്കുമ്പോൾ അങ്ങനെ വഴക്ക് പറയുന്നത് കേട്ടു. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛനും ഓടി വന്നു. എന്താ പ്രശ്നമെന്ന് കേട്ടു. നിങ്ങളെ മോൻ എന്താ ചെയ്യുന്നത് നോക്കൂടെ, ഏതോ ഒരു പെണ്ണിനെ വെച്ച് മടിയിൽ വെച്ച് എൻ്റെ മകൾ പെണ്ണിട്ടാണ് എന്നങ്ങനെ പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛനൊക്കെ ഒരു ഡൗട്ട് വരാൻ തുടങ്ങി. ഇവൻ പെണ്ണിട്ട് ചെയ്യില്ലല്ലോ, ഗേൾസിന് കണ്ട ഓടുന്നൊക്കെ പോയല്ലേ ഇവന്, എങ്ങനെ പെണ്ണിട്ട് ഇങ്ങനെ. ഹീറോയിൻ്റെ അച്ഛനൊക്കെ ആ പെണ്ണിൻ്റെ മേലെ കുറച്ച് ഡൗട്ട് വീണ്. അങ്ങനെയായിട്ട് ആ പെണ്ണിൻ്റെ ഡ്രസ്സ് സ്റ്റൈൽ എല്ലാം കണ്ടുപിടിച്ച്. ഇത് തട്ടിപ്പാണോ, ശരി ഇവർക്കൊരു ആപ്പ് വെക്കാം. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛൻ പ്ലാൻ ചെയ്ത് തുടങ്ങി. ശരി ഓക്കെ, നിങ്ങൾ പെണ്ണിട്ടാണോ എത്രയാണെന്ന് ചോദിച്ചു. അങ്ങനെ ആളോട് കേട്ടു ഇതാരാന്ന് അങ്ങനെ പറഞ്ഞു. ചേട്ടാ നിൻ്റെ ഗേൾ ഫ്രണ്ടാന്ന് പറഞ്ഞായിരുന്നു. ചേട്ടാ പറയുന്നത് എന്താ ഇവളെ ബേബിയാ, ഞാനിവിടെ ടച്ച് ചെയ്തിട്ടാ എങ്ങനെ പെണ്ണിട്ടാവും ഇങ്ങനെ വായിക്ക് പറയാമായിരുന്നു. എൻ്റെ ഹീറോയിൻ്റെ അമ്മ വന്നു. എന്താ എണ്ണിട്ടാണോ, ശരി ഓക്കെ. അങ്ങനെ ആ പെണ്ണിനെ വിളിച്ചോട് വന്നു. ഇവിടെ ഒരു റൂമുണ്ട്, ലാബുണ്ട്, വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഗേളോട് അതെ കിച്ചണിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹീറോയിൻ്റെ അമ്മേൻ്റെ സെക്രട്ടറിയാണ്. ചെക്ക് ചെയ് എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് പോവാം. അവളോട് ചെക്ക് ചെയ്തു. അവൾ പെണ്ണിട്ടല്ല പറഞ്ഞു. അവൾ പറയുന്നു നിങ്ങൾ ചുമ്മാ വെറുതെ പറയണം. ശരി ബാ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാം. നിങ്ങൾ പറയും ഹോസ്പിറ്റൽ. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ പോകാമെന്ന് ആ പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ പോവാം. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്തുമ്പോൾ ആ പെണ്ണിട്ടല്ല ഇത് കളവ് പറഞ്ഞു. അത് കണ്ടിട്ട് ആ ഹീറോയിൻ്റെ അച്ഛൻ അമ്മ ഉറക്കെ വരാൻ തുടങ്ങി. എന്തിനാ ഫേക്ക് ചെയ്യുന്നത് അങ്ങനെ പോയൊക്കെ പറഞ്ഞു. ആ പെണ്ണിൻ്റെ അച്ഛൻ പിടിച്ചോട് പോയി തല്ലിയാൻ തുടങ്ങി. എന്ത് ചെയ്താൽ അച്ഛാ ഞാനൊരു ലവ് ചെയ്തത് അതുകൊണ്ട് ഞാൻ ചെയ്തതെന്ന്. നീ ഇവിടെ പഠിക്കാനാ നീ ഇവിടേക്ക് പോകുന്നത്? അതെ, അവളെ പഠിക്കാൻ തമിഴ്നാട്ടിലേക്ക് അയച്ചു. നീ തമിഴ്നാട്ടിൽ പഠി, എൻ്റെ അനിയൻ്റെ വീട്ടിൽ പഠിയെന്ന് അവളെ അനിയൻ്റെ വീട്ടിലേക്ക് അയച്ചു. അവൾക്ക് ടെൻഷനായിരുന്നു. ഇവളെ വിടാൻ പാടില്ല എന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ശരി ഞാൻ ഇവിടെ പഠിച്ചിട്ട് തന്നെ വരാം എന്ന് പ്ലാൻ ചെയ്തു. ഇനി അങ്ങനെയായിട്ട് ഹീറോയി ചിരിക്കുന്ന അതെ ഹീറോയിൻ നമുക്ക് പറയാൻ മറന്നുപോയി. ഹീറോയിൻ്റെ അമ്മ ഒരു ഡോക്ടറാണ്, നല്ലൊരു ഡോക്ടറാണ്. ഹോസ്പിറ്റൽ സ്വന്തം ഹോസ്പിറ്റലുണ്ട്. അത് മാത്രമല്ല ഹീറോയിൻ്റെ അച്ഛൻ ഒരു ബിസിനസ്മാൻ പറഞ്ഞ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അതെ, കമ്പനി പറഞ്ഞ ഷോർട്ട് ഫിലിം അതെല്ലാം കാർട്ടൂൺസ് അതെല്ലാം ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അതിൻ്റെ CEO ആണ്. ഹീറോയ്ക്ക് ചേട്ടന്മാരുണ്ട്, ഒരു ചേട്ടനല്ല, ടോട്ടല് 4 ചേട്ടന്മാരുണ്ട്. അതെ, വലിയ ചേട്ടൻ പറഞ്ഞ
വലിയ ചേട്ടൻ പറഞ്ഞ പ്രസാദ് എന്ന് പറഞ്ഞവൻ അതെ ലണ്ടനിലാണ് ജോബ് ചെയ്യുന്നത്. അവിടെ ഒരു കമ്പനിയിൽ CEO ആണ്. രണ്ടാമത്തെ ചേട്ടൻ്റെ പേരാണ് രാഹുൽ. ഡോക്ടറാണ്. ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ CEO ആയിട്ടുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ചേട്ടൻ്റെ പേര് അതല്ല, ബാക്കി ചേട്ടന്മാർക്ക് മാരേജായി. മൂന്നാമത്തെ ചേട്ടൻ്റെ പേരാണ് ആര്യ പറഞ്ഞ ഒരു ബിസിനസ് പറഞ്ഞ മൂവി ഡയറക്റ്റ് കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നാലാമത്തെ ചേട്ടനാണ് അർജുൻ പറഞ്ഞ ഒരു ആക്ടറാണ്. പിന്നെ ആറാമത്തെ പറഞ്ഞ ഹീറോയാണ്. പിന്നെ ജോയിൻറ്റ് ഫാമിലിയാണ് ഹീറോയ്ക്ക്. ചേട്ടന്മാർക്ക് ഹീറോയി ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെയായിട്ട് എല്ലാ ഫാമിലീസ് നല്ല ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളത്. അങ്ങനെയായിട്ട് എല്ലാവരും സന്തോഷത്തിലാണ് ഉള്ളത്. ഹീറോയി പറയാതെ തുടങ്ങി, അച്ഛാ എനിക്ക് കൊറിയൊക്കെ പോകണം. അതിനായിട്ട് എന്താ മതി പറഞ്ഞു. അതെ അച്ഛാ എനിക്ക് കൊറിയൊക്കെ പോകണം. എന്തിനാ കൊറിയൊക്കെ പോകുന്നത്? അർജുനൊക്കെ മോറിക്കാറ്, അച്ഛാ എനിക്ക് കൊറിയൊക്കെ പോകണം. എന്തിനാ മതി ഇങ്ങനെ വഴക്ക് പറയുന്നത്? എന്തിനാ കൊറിയൊക്കെ പോകുന്നത്? അച്ഛാ ഈ ചേട്ടന് ഒരു ഗേളിനോട് സംസാരിക്കുക, അതുകൊണ്ട് ചേട്ടൻ്റെ ഗേൾ ഫ്രണ്ട് കണ്ടുപിടിക്കാൻ പോവാ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ പറയാൻ തുടങ്ങി. 6 പേര് ടോട്ടൽ ഉള്ളത്. അതെ, ഞാൻ പറയാൻ മറന്നുപോയി. ഹീറോയ്ക്ക് ഒരു അനിയനുണ്ട്. അനിയൻ പേര് ടോം എന്ന് വിളിക്കുകയാണ് അനിയനെ. ടോം എന്ന്. ചേട്ടാ ഇവളൊക്കെ ലൂസ്, എന്തിനാ കൊറിയൊക്കെ പോവാ? എന്തിനാ നീ ഇങ്ങനെ പറയണേ? ഇല്ല, ഇവള് കൊറിയൊക്കെ പോയാൽ ഞാൻ അമേരിക്ക പോവാ. എന്തിനാ നീ പറയണേ? ഇല്ല, ഇവള് കൊറിയൊക്കെ പോയാൽ ഞാൻ അമേരിക്ക പോവാ. എന്നിടാ അമേരിക്ക പോകുന്നത്? പോവാ ചേട്ടാ, അമേരിക്കയിൽ ഞാൻ പുതിയ പ്ലേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവരൊരു കാര്യം ഇങ്ങനെയായിട്ട് എല്ലാവരും പ്ലാൻ ചെയ്ത് തുടങ്ങി. ഹീറോയി ശരി പോടാ, നിങ്ങൾ പിളങ്ങിയിട്ട് പോയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അനിയനക്കും ചേച്ചി ഒരു ഇങ്ങനെ മൊബൈൽ നോക്കുമായിരുന്നു. BTS പറഞ്ഞ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ മൊബൈൽ നോക്കും, ഒരു ന്യൂസ് നോക്കി ഷോക്കായി. ചേച്ചി